ഹായ് എവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളൊരു PYQ മാത്സിൻ്റെ ഒരു PYQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ അടുത്തിടെ കഴിഞ്ഞ അതായത് മെയ് മാസത്തിൽ കഴിഞ്ഞ ഫീമെയിൽ വാർഡൻ ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയുള്ള PSC പരീക്ഷയുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ആ ക്വസ്റ്റ്യൻ കാറ്റഗറി നമ്പർ 52/2024 ആണ്. അത് എക്സാമിൻ്റെ അല്ല, എക്സാം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എക്സാംസ് ഒറ്റ ഇതായിട്ട് നടന്നത് കേട്ടോ. മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ കാറ്റഗറി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ PDF PSC സൈറ്റിൽ അവൈലബിൾ ആണ്. 52/2024 എന്ന ക്വസ്റ്റ്യൻ കാറ്റഗറി കേട്ടോ. ആ വരുന്ന ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിലെ മാത്സ് ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. നല്ല കിടുക്കാച്ചി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് ചെയ്തു നോക്കുക. നമുക്ക് LDCയുടെയും LGSൻ്റെയൊക്കെ പ്രിപ്പറേഷന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ PYQ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ PSCയുടെ റീസെൻറ്റ് ട്രെൻഡ്സ് നോക്കാം. ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞു, CPOയുടെ എക്സാംസ് കഴിഞ്ഞു, അതുപോലെ ഒത്തിരി എക്സാം എക്സൈസ് ഓഫീസർ, അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ അതിന് നടക്കാനിരിക്കുകയാണ്. അതുപോലെയുള്ള ഒത്തിരി എക്സാംസ് കഴിഞ്ഞു. ഇതിനകത്തെല്ലാം മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു നോക്കുക. പാറ്റേൺ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. ഏകദേശം സിമിലർ പാറ്റേണിലാണ് ഈ എക്സാം എല്ലാം PSC കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫീമെയിൽ വാർഡൻ്റെ ആ മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. ഇതേപോലെ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മാത്സിൻ്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് വരുന്ന LDCക്കൊക്കെ നല്ല കിടിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം പ്രിപ്പയർ ആയിട്ട് എല്ലാത്തിനും ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ. റീസെന്റ് എക്സാംസിന് PSC ഫോക്കസ് ചെയ്യുന്നത് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഈ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ടോപ്പിക്ക് 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ SCERT ടെക്സ്റ്റ് ഫോക്കസ് ചെയ്ത് അത് കൃത്യമായിട്ടും കവർ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പാടല്ല, മാത്സിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും SCERT ബേസ് ഇപ്പോൾ ഞാൻ റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ട്രെൻഡ് നോക്കുമ്പോഴത്തേക്ക് SCERTയുടെ കൺസെപ്റ്റ് ഒത്തിരി ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസിന് ചോദിച്ച ആ ഒരു ടാൻജൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അത് സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ളതാണ്. ഓക്കെ, ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളിഞ്ഞ് പഠിക്കും. അത് സ്കൂൾ ടെക്സ്റ്റിന് സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സമാന്തര ശ്രേണി. ഓക്കെ, അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് നമ്മളൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള അത്യാവശ്യം ഫാക്റ്റ് എല്ലാം നമുക്ക് കിട്ടും. ഇനി പുറത്ത് പോയി പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക, സിമ്പിളാണ്, ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5, 10 എന്നീ സംഖ്യ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന അതുവരെ നിൽക്കട്ടെ. 5, 10 എന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 5ന്റെയും 10ന്റെയും LCM കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ലസാഗു കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. 5ന്റെയും 10ന്റെയും ലസാഗു എന്ന് പറഞ്ഞാൽ 10 ആണ്. 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 നമ്പേഴ്സ് തന്നിരുന്നാൽ അവയുടെ LCM കണ്ടുപിടിക്കുക. എന്ത് ചെയ്യണം, ഏറ്റവും വലിയ നമ്പർ എടുക്കുക. ആ നമ്പർ മറ്റുള്ള നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ടോ നോക്കുക. ഇവിടെ 10 ആണ് വലിയ നമ്പർ, 10 5ന്റെ ടേബിളുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ LCM നമുക്ക് ഏതായിരിക്കും എടുക്കാൻ പറ്റുന്നത്, 10 ആണ് അവയുടെ LCM. അപ്പോൾ 5 കൊണ്ടും 10 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന്റെ LCM ആയ 10 കൊണ്ട്, അതിന്റെ ലഘുതമ സാധാരണ കൊടുത്ത അല്ലെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയ 10 കൊണ്ടും അവയെ നിശേഷം ഹരിക്കാൻ പറ്റണം. ഓക്കെ, ഇവിടെ നിശേഷം ഹരിക്കാൻ പറ്റുന്നതല്ല ചോദിക്കുന്നത്, ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്നത്. അപ്പോൾ 10 കൊണ്ട് ഹരിക്കുമ്പോഴും 5 കൊണ്ട് ഹരിക്കുമ്പോഴും 10 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 3 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ 10 കൊണ്ട് ഹരിക്കുമ്പോഴും എന്ത് ചെയ്യണം, അതിൻ്റെ LCM കൊണ്ട് ഹരിക്കുമ്പോഴും എന്ത് ചെയ്യണം, ശിഷ്ടം 3 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ്, അങ്ങനെയുള്ള സംഖ്യകൾ എടുത്തിട്ട് ഒരു ശ്രേണിയായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊതു വ്യത്യാസം എത്രയാണെന്ന് ചോദിക്കുക. ഇനി ഇൻ കേസ് നമ്മൾ ശ്രേണിയായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നത് ഫസ്റ്റ് ഏറ്റവും ചെറിയ നമ്പർ 10ഉം അതിനോട് ആ ശിഷ്ടം എത്രയാണോ അത് കൂട്ടി വരുന്ന നമ്പറും ആയിരിക്കും നമുക്ക് ഏറ്റവും അതിലെ ആദ്യത്തെ നമ്പറായിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 10ഉം 3ഉം 13 ഒന്നാമത്തെ നമ്പർ. രണ്ടാമത്തെ നമ്പർ വീണ്ടും 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കുക, 20 അതിനോട് അപ്പോൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, 3 കിട്ടുന്ന ശിഷ്ടം. അപ്പോൾ ഏതായിരിക്കും, 23. അടുത്ത നമ്പർ 33. അങ്ങനെ പോകും. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പോൾ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുമെങ്കിൽ അതിൻ്റെ LCM കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 3 കിട്ടണം. ആ LCM കൊണ്ട് ഹരിക്കും, LCMനോട് 3 കൂട്ടുന്ന ആ ശിഷ്ടം കൂട്ടുന്ന സംഖ്യ ആയിരിക്കും ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടി 13. അതിൻ്റെ അടുത്ത 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ 20 അതിൻ്റെ 3 കൂടെ കൂട്ടുക 23. അങ്ങനെ നമുക്ക് ശ്രേണി എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ്. അപ്പോൾ അവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, പൊതുവ്യത്യാസം എന്ന് പറയുന്നതും 10 തന്നെയായിരിക്കും. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10 തന്നെയായിരിക്കും. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 5 മുതൽ എത്ര വരെയുള്ളതാണ്, 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകൾ. അപ്പോൾ 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യ ഏതൊക്കെയാണ്, 5 വരാം, 6 ഇല്ല, 7 വരാം, അടുത്ത 8 ഇല്ല, 9 വരാം, അങ്ങനെ
എത്രയാണ് 25 വരെയുള്ള. അപ്പോൾ ഇതെന്തായാലും കോമൺ ഡിഫറൻസ് 2 വരുന്ന, ഫസ്റ്റ് ടൈം ഒന്നാമത്തെ പദം 5 വരുന്ന, അവസാനത്തെ പദം 25 വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സമാന്തര ശ്രേണിയുടെ അല്ലേ, സമാന്തര ശ്രേണിയാണ്. അപ്പൊ സമാന്തര ശ്രേണിയുടെ ഇത്ര പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ആദ്യത്തെ അല്ലെങ്കിൽ 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ആ സമാന്തര ശ്രേണിയുടെ ഇത്രയും പദങ്ങളുടെ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്? തുക കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ എത്ര പദങ്ങളുണ്ട്? 1 തൊട്ട് 25 വരെ ആണെങ്കിൽ 25 പക്ഷെ അതല്ല, എന്താണ് 5 തൊട്ട് 25 വരെ അതെന്താണ്? എണ്ണൽ സംഖ്യകളല്ല, ഒറ്റ സംഖ്യകളാണ്. അപ്പൊ ഇടയ്ക്കുള്ള സംഭവങ്ങൾ അവിടെ മാറും. ഓക്കെ, നമുക്ക് എണ്ണം കണ്ടുപിടിക്കാം. എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അവസാന പദമുണ്ട് an എന്ന് പറയുന്നതുണ്ട്, ഫസ്റ്റ് പദമുണ്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ആയാലും പൊതു വ്യത്യാസം എത്രയാണ്? 2 ആണ്. ഓക്കെ, അവിടെ എന്നിന്റെ വാല്യൂ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കുക, അതിനെ പൊതു വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനോട് 1 കൂട്ടുക. അതായിരിക്കും നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, അതിനെ പൊതു വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനോട് 1 കൂട്ടുക. അതായിരിക്കും നമുക്ക് നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ 25 - 5 ഡിവൈഡഡ് ബൈ എത്രയാണ്? 2 + 1. 25 5 കുറച്ച 20, 20/2 10, 10 + 1 എത്രയാണ്? 11 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ പദങ്ങളുടെ എണ്ണം 11. ഇനി തുക കണ്ടുപിടിക്കാനാണ് ചോദ്യം. അവസാന പദമുണ്ട്, ആദ്യ പദം ഉണ്ടെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ n/2 ഇൻറ്റു അവസാന പദം പ്ലസ് ആദ്യ പദം. അവസാന പദം പ്ലസ് ആദ്യ പദം. n കണ്ടുപിടിച്ച എത്രയാണ്? 11. അപ്പോൾ 11/2. അവസാന പദം എത്രയാണ്? 25. ആദ്യത്തെ പദം എത്രയാണ്? 5. അപ്പോൾ 25 5 30. 30 ഇൻറ്റു 30/2 ചെയ്യുക, എത്ര കിട്ടും? 15. അപ്പോൾ 11 ഇൻറ്റു 15 ആണ് നമ്മുടെ ആൻസർ 165. 11 ഇൻറ്റു 10 180 പ്ലസ് എത്രയാണ്? ഒരു 15 കൂടെ വരും, 165. 165 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷനിലുണ്ടല്ലോ 165, ഓപ്ഷൻ എ. അത്രേ ഉള്ളൂ. ഇതെല്ലാം ബേസിക് കൺസെപ്റ്റാണ്. സമാന്തര ശ്രേണിയാണെന്ന് ചിന്തിക്കണം, എന്നിട്ടുണ്ട് അത് വെച്ച് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അത് വീണ്ടും സമാന്തര ശ്രേണി അല്ലെ. പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം എത്ര? പൊതുവ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? 6. അതിന്റെ 7ാം പദം എന്ന് പറഞ്ഞാൽ n-ാം പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? an എന്ന് പറഞ്ഞാൽ a+n-1 ഇൻറ്റു ഡി എന്നുള്ളതാണ്. ഫസ്റ്റ് പദത്തിനോട് കൂടി n-1 ഇൻറ്റു ഡി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 7ാം പദം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 7th ടേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? a+6d. 6 n ആണ്. n ആണെങ്കിൽ 1 കുറച്ച് തന്നെ പൊതുവ്യത്യാസം കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7 ആണ് എന്നിന്റെ വാല്യൂ. 7ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ a+6d = എത്രയാണ്? 52. ഇവിടെ എന്ത് നമ്മുടെ കയ്യിലുണ്ട്? പൊതുവ്യത്യാസം ഉണ്ട് അല്ലേ. അപ്പോൾ a+6 × 6 = 52. അവിടെ നിന്ന് ആദ്യത്തെ പദം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 52 - 36. 52 - 36 അതായിരിക്കും നമ്മുടെ എന്താ പറയുക ആദ്യത്തെ പദം എന്ന് പറയുന്നത്. എത്ര കിട്ടും? 30 46 16 അല്ലേ. 16 ആണ് ആദ്യത്തെ പദമായിട്ട് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞു, ഫസ്റ്റ് ടൈം കിട്ടി. കണ്ടുപിടിക്കേണ്ടത് 16ാം പദം, അതായത് 16th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് a+15d ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 16 + 15 ഇൻറ്റു 6. 16 + 15 ഇൻറ്റു 6. കോമൺ ഡിഫറൻസ് 6 ആണ്. ഫസ്റ്റ് പദം നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? 16. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും? 16 + 90, അതായത് 106 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി 106. കണ്ടോ? ഇപ്പോൾ ഇതേപോലെ പദങ്ങൾ തന്നിട്ട് കണ്ടുപിടിക്കുന്നത് PSC ട്രെൻഡ് ആണെന്ന് തോന്നുന്നു. റീസെൻ്റ് ആയിട്ടുള്ള ഏത് എക്സാം എടുത്ത് നോക്കിയാലും CPO ഒക്കെയാത്തുണ്ട്, ഡിഗ്രി പ്രിലിംസിനകത്തുണ്ട്, ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ടേംസ് റിലേറ്റ് ചെയ്ത ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ, വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന പരീക്ഷ LDCക്കകത്തും ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഓക്കെ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുന്ന, അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് ഒഴിവാക്കി കളയാൻ പറ്റുന്ന കാര്യമില്ല. അടുത്ത ചോദ്യം നോക്കാം. 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണിന്റെ അളവ് എത്ര? ജാമിതിക്കകത്ത് എന്താ പറയാ ചതുരവും ത്രികോണവും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ബഹുഭുജം വന്നു. പോളിഗൺസ് വന്നു അല്ലെ. പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജം, പോളിഗൺ. 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര? പക്ഷെ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴത്തേനും ഈ ചോദ്യം ക്യാൻസലായി. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു കോണിന്റെ അളവ് എത്ര? അതൊരു ബഹുഭുജം എന്നല്ല, സമബഹുഭുജം, റെഗുലർ പോളിഗൺ എന്നായിരുന്നു കറക്റ്റ് വരേണ്ടത്. റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജം എന്നായിരുന്നു കറക്റ്റ് വരേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരുന്നേ. സമബഹുഭുജം എന്ന് പറഞ്ഞാൽ എല്ലാ കോണുകളും എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. എല്ലാ കോണുകളും എല്ലാ വശങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മുടെ സമചതുരത്തിന്റെ കൺസെപ്റ്റ്. ഓക്കെ, എല്ലാ വശങ്ങളും ഈക്വൽ ആണ്, എല്ലാ കോണുകളും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ റെഗുലർ പോളിഗൺ എന്നല്ല, വെറും ഒരു ബഹുഭുജം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതങ്ങനെ കറക്റ്റ് ആവത്തില്ല, ഡിഫറൻ്റ് ആയിട്ടുള്ളതും വരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സമബഹുഭുജം എന്ന് പറഞ്ഞെടുത്ത് ഈ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്തു പോവുകയാണ്. ഇത് PSC ക്യാൻസൽ ചെയ്തു, നമുക്ക് എത്രയും ചെയ്തു നോക്കാം. ഒരു സമബഹുഭുജം അല്ലെങ്കിൽ റെഗുലർ പോളിഗൺ എന്നുള്ള കൺസെപ്റ്റ് പോവാണ്.
ഒരു റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ പോളിഗണിന്റെ ഒരു ഒരു ബഹുഭുജത്തിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക നമുക്കറിയാം. അകക്കോണുകളുടെ തുക കാണണം, അതിനുള്ള കാര്യം അറിയാം. എത്രയാണ്? n-2 × 180 ആണ്. n-2 × 180 ആണ് അതിനുള്ള സംഭവം, ഇക്വേഷൻ. 10 വശങ്ങളുണ്ടെങ്കിൽ 10 ന് 2 കുറച്ചിട്ട് 100 കൊണ്ട് 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 12 വശങ്ങളുള്ള ബഹുഭുജമാണ് അല്ലേ. അപ്പോൾ അവയുടെ അകക്കോണുകളുടെ തുക നമുക്ക് കിട്ടും 12 - 2 ഇൻറ്റു എത്രയാണ്? 180. 12 വശങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിന്റെ വാല്യൂ എത്രയാണ്? 12 എന്നാണ് അല്ലേ. 12 - 2 ഇൻറ്റു 180, അതായത് 10 × 180. തീർന്നില്ല, ഇത് തുകയാണ്. എല്ലാ കോണുകളും കൂടെ കൂട്ടിയിട്ടുള്ള തുകയാണ്. നമുക്ക് വേണ്ടത് ഒരു കോണിന്റെ തുകയാണ്. ഒരു കോണിന്റെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 10 × 180 എത്രയാ? എത്ര വശങ്ങളുണ്ടോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇത് 5, ഇത് 6, 3. അപ്പോൾ 30 × 5 നമുക്ക് എത്ര കിട്ടുന്നത്? 150 ഡിഗ്രി. ഒരു സമബഹുഭുജം ആയിരുന്നെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു, 150 ഡിഗ്രി നമുക്ക് കിട്ടിയാണ്. ഓക്കെ, ഒരു ബഹുഭുജത്തിന്റെ ഏതോ ആയിക്കോട്ടെ, ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ n-2 × 180 ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ പുറംകോണുകളുണ്ട്. പുറംകോണുകളുടെ തുകയും ഓർത്ത് വെച്ചേക്കാം. പുറംകോണുകളുടെ തുക അത് 360 ഡിഗ്രി ആയിരിക്കും. അതങ്ങ് പഠിച്ചു വെച്ചേക്കുക. എല്ലാത്തിനായാലും ഏതിനായാലും അങ്ങനെയാണ്. അതിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ഒരു സമഭുജ ത്രികോണമുണ്ട്. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കോണുകളും ഈക്വൽ ആണ്. ഇത് 60 ആണ്, ഇത് 60 ആണ്, ഇത് 60 ആണ്. അപ്പോൾ ഇതിനൊരു ബാഹ്യകോൺ ഞാൻ വരച്ചു, ഇവിടെ ഒരു ബാഹ്യകോൺ വരച്ചു, ഇവിടെ ഒരു ബാഹ്യകോൺ വരച്ചു. നമുക്കറിയാം ഇതൊരു ലീനിയർ പെയർ ആണ്, അല്ലെങ്കിൽ രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയിലെ കോണുകൾ അനുപൂരകം. അനുപൂരകം മീൻസ് 180. അപ്പോൾ ഇത് 100, ഇത് 60 ആണെങ്കിൽ എത്ര ആയിരിക്കും? 120 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 120 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 120 ആയിരിക്കും. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് ബാഹ്യകോണുകളുടെ തുകയാവുന്നത്. അപ്പോൾ എത്രയായി? 360 ഡിഗ്രി ആയി. കണ്ടോ? 120 + 120 + 120. ഇതൊരു ചതുരത്തിന്റെ കേസ് എടുത്താലും ഇത് തന്നെയാണ്. ചതുരത്തിന്റെ അകക്കോണുകൾ നമുക്കറിയാം എത്രയായിരിക്കും? 4 എണ്ണം ഉണ്ട്. 4 90 വീതമായിരിക്കും. ഇനി ബാഹ്യകോൺ വരച്ചു നോക്കുക. ഇങ്ങോട്ടൊന്ന്, ഇവിടോട്ടൊന്ന്, ഇവിടോട്ടൊന്ന്, മുകളിലേക്കൊന്ന്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും അല്ലേ. ഇതും എത്ര ആയിരിക്കും? 90 ആയിരിക്കും. അപ്പോൾ 90 × 4 360. കണ്ടോ? ബാഹ്യകോണുകളുടെ തുകയെല്ലാം 360 ആയിരിക്കും. ആന്തരിക കോണുകളുടെ അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n-2 × 180 ചെയ്യുക. വശം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ്, അല്ലെങ്കിൽ ഒരു കോണിന്റെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എണ്ണം കൊണ്ട് ഇവിടെ ഡിവൈഡ്. ഇവിടെ കറക്റ്റ് ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? സമബഹുഭുജം എന്നുള്ള കൺസെപ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 150 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര? മട്ടത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺ 45 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മട്ടത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കോൺ മട്ടകോണായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഒന്ന് 45 ആയിരിക്കും. അപ്പോൾ മൊത്തം 180 ആണ്, മറ്റത് 45 ആയിരിക്കും. അല്ലെങ്കിൽ അതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും. സമപാർശ്വ മട്ടത്രികോണമായിരിക്കണം. നമ്മൾ സാധാരണ നമ്മുടെ ജോമെട്രി ബോക്സ് ഉണ്ടല്ലോ, ജോമെട്രി ബോക്സിനകത്തുള്ള ഒരു സംഭവമാണ്. 45, 45, 90 വരുന്ന ഒരു എന്താ പറയുക മട്ടത്രികോണം. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് 45 ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയേ വരാൻ പറ്റുള്ളൂ? 45, 45, 90, 90, 90, 180 ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സമപാർശ്വ മട്ടത്രികോണമാണ് സമപാർശ്വ മട്ടത്രികോണം. സമഭുജമല്ല, സമപാർശ്വ, ഐസോസലസ്. സമപാർശ്വ മട്ടത്രികോണം. സമപാർശ്വ മട്ടത്രികോണത്തിൽ പ്രത്യേകം എന്ന് വെച്ചാൽ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ആ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായിരിക്കും ഇതിന്റെ ലംബവശം. ലംബവശം അറിയാലോ 90 ഡിഗ്രി വരുന്ന പെർപെൻഡിക്കുലർ വശം, സൈഡ്സ് അല്ലേ. അപ്പോൾ ഏതൊക്കെയായിരിക്കും? അത് ഇത് 8 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതും എത്രയായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് വേണ്ടത് അതിന്റെ കർണം. കർണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ വശം, ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത് ഇത് അല്ലേ. നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട്. കർണം സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഒരു മട്ടത്രികോണത്തിലാണ് പൈതഗോറസ് സിദ്ധാന്തം ആപ്ലിക്കബിൾ ആവുന്നത്. പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് എന്താണ് കർണം സ്ക്വയർ എന്ന് പറയുന്നത്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, ഇവിടെ കർണം സ്ക്വയർ ആണ് നമുക്ക്, അല്ലെങ്കിൽ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. കർണം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് പാദം സ്ക്വയർ. കർണം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആയിരിക്കും. പാദം സ്ക്വയർ 8 ആണ്, പാദം 8 ആണ്, ലംബം 8 ആണ് അല്ലേ. അപ്പോൾ പാദം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ. അതായത് റൂട്ടിനകത്ത് 2 × 8ന്റെ സ്ക്വയർ. അത് റൂട്ടിനകത്ത് ആ സ്ക്വയർ ടേം നമുക്ക് എന്ത് ചെയ്യാം? റൂട്ടിന് പുറത്തെടുക്കാം. സ്ക്വയർ ടേം റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ 8 √2 എന്ന് പറഞ്ഞു വരും. 2ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് റൂട്ടിനകത്ത് ഇടാൻ പറ്റുള്ളൂ.
8ന്റെ സ്ക്വയർ വന്നതുകൊണ്ട് ആ ടൈമിന് നമുക്ക് എന്ത് ചെയ്യാം പുറത്തെടുക്കാം. അതെന്തുകൊണ്ടാണ് 8² + 8² ഒരേ ടൈം ഒരേ പദങ്ങൾ ഒരേ നമ്പറാണ് നമുക്ക് അവിടെ വന്നത്. അപ്പോൾ 8² + 8² 2 × 8². അവിടെ 8ന്റെ സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം പുറത്തെടുക്കാം. ബാക്കിയുള്ളത് എന്തായിരിക്കും ആ √2 അതുപോലെ എടുക്കുക. അപ്പോൾ 8√2 ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ കർണത്തിൻ്റെ അളവ്. നീളം കൂടിയ വശം എന്തായാലും മറ്റേനെ കാട്ടി നീളം കൂടുതലായിരിക്കും. 8√2 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് നോക്കുക. പൈതഗോറസ് ഇതെല്ലാം സ്കൂൾ ലെവലിലാണ്. 8, 9, 10 ക്ലാസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. മാത്സിൻ്റെ എല്ലാ കൺസെപ്റ്റും അതിനകത്തുണ്ടാവും. ഇപ്പോൾ ചോദിച്ചിട്ടുള്ള മിക്ക പരീക്ഷകൾക്കുള്ള സംഭവങ്ങളെല്ലാം ആ ടെക്സ്റ്റിനകത്തുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1, 4. വൃത്തകേന്ദ്രം എന്താ പറയുക അവിടെ പേരിനകത്ത് 3, -4 എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തെ സൂചക സംഖ്യകളേക. ആ സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിനകത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ വൃത്തകേന്ദ്രവും തന്നിട്ടുണ്ട്. വൃത്തം സെൻറ്റർ, ഇതാണ് അതിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. വ്യാസം അല്ലെങ്കിൽ എന്താ പറയുക ഡയമീറ്റർ. ഓക്കെ, ഈ കേന്ദ്രത്തിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഓർഡിനേറ്റ്സ് നമുക്ക് ഉണ്ട്. മൈനസ് സൂചക സംഖ്യകളുണ്ട് 3, -4. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഒരു എൻഡ് നമുക്ക് തന്നിട്ടുണ്ട് 1, 4. മറ്റേ എൻഡ് നമുക്ക് അറിയത്തില്ല, അതിന് നമുക്ക് എക്സും വൈ എന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു മിഡിൽ പോയിന്റ് ആണ് ആ കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് ആരം ഇങ്ങോട്ട് ഇവിടെ ഈ പോയിന്റ് തൊട്ട് ഇതുവരെ വൃത്തത്തിന്റെ ഒരു ആരമാണ്, ഇവിടെ തൊട്ട് ഇത് ആരമാണ്, അല്ലെങ്കിൽ നേരെ പകുതി ആയിരിക്കും. വ്യാസത്തിന്റെ ആ ഒത്ത നടുക്കിലായിരിക്കും എന്ന് പറയുന്നത്, അതിന്റെ മിഡിൽ പോയിന്റിലായിരിക്കും, മധ്യരേഖ ബിന്ദുവിലായിരിക്കും എന്ന് പറയുന്നത് കേന്ദ്രം വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതനുസരിച്ച് ഇതിന്റെ ഈ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എക്സും 1 കൂടെ ആഡ് ചെയ്യുക. ഫസ്റ്റ് വാല്യൂസ് എക്സിന്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് മിഡിൽ വാല്യൂ എന്താ മധ്യബിന്ദു കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിക്കുന്നത്. മധ്യബിന്ദുവിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് x1 y1 ആയിട്ട് കൊടുത്തേക്കുക, ഇത് x2 y2 ആണെന്ന് വിചാരിച്ചുകൊള്ളുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് x1 + x2/2 y1 + y2/2 ആയിരിക്കും സൂചക സംഖ്യകൾ അനുസരിച്ച്. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ആ x1ന്റെ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്, 1 എന്നുണ്ട്. മറ്റേ x2ന്റെ വാല്യൂസ് ആണ് x ഉം y എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു കാര്യത്തിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ വില കിട്ടും. അതായത് x1 എത്രയാണ് 1 + x/2 അതുപോലെ ഏതാണ് 4 + y/2. 4 ആണ് y-യുടെ വാല്യൂ. അവിടുത്തെ y1ന്റെ വാല്യൂ 4 ഉം മറ്റേ y2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പോൾ 4 + y/2 ആയിരിക്കും അവിടുത്തെ സൂചക സംഖ്യ. അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തിന്. മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു വൃത്ത കേന്ദ്രം അവിടെ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു 3 - 4. 3 - 4 ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. 1 + x/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, 3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. x = 3 × 2 6, 6 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5. അതുപോലെ വൈയുടെ നോക്കുക, 4 + y/2 എന്ന് പറയുന്നതാണ് എത്രയാണെന്നുള്ളത് -4 എന്നുള്ളത്. അപ്പോൾ വൈയുടെ വാല്യൂ അതിനകത്ത് കിട്ടും -8 - -4. -8 - 4 എന്ന് പറഞ്ഞാൽ -12. അപ്പോൾ ഈ എക്സ് വൈ എന്ന് പറയുന്ന ആ കോർഡിനേറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5ഉം വൈയുടെ വാല്യൂ -12ഉം. എക്സിന്റെ വാല്യൂ 5ഉം വൈയുടെ വാല്യൂ -12 ഓപ്ഷനിലുണ്ടല്ലോ, ഇതടപ്പുണ്ട്. സി ഓപ്ഷൻ 5ഉം -12. ക്ലിയർ ആണേ? കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു നമ്മുടെ സൂചക സംഖ്യയുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. വ്യാസത്തിന്റെ മിഡ് പോയിന്റ് ആണ് വൃത്തത്തിന്റെ കേന്ദ്രം അല്ലേ? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മധ്യബിന്ദു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൂചക സംഖ്യകളുടെ എക്സ് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യും /2, വൈ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യും /2. ആ കൺസെപ്റ്റ് അതായത് അത് മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ആൻസർ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്തി. നമുക്ക് എക്സ് ഈ എൻഡാണ് നമ്മൾ എക്സും വൈ എന്നും പറഞ്ഞു കൊടുത്തത്. അതിൻ്റെ വാല്യൂ കണ്ടെത്തി 5ഉം -12 ആയിരിക്കും ആൻസർ. സ്കൂൾ ടെക്സ്റ്റിലെ കൺസെപ്റ്റാണ് സൂചക സംഖ്യകൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര? ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ആലോചിച്ച് നോക്കുക. കലണ്ടറിന്റെ കൺസെപ്റ്റാണ് അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ. ലീപ്പ് ഇയറിൽ എന്ന് പറഞ്ഞാൽ 2 അധിക ദിവസങ്ങൾ ഉണ്ടാവും. ഒരു സാധാരണ ദിവസത്തിൽ 365 ദിവസം. ഒരു സാധാരണ ദിവസമല്ല, സാധാരണ വർഷം നോക്കുക. സാധാരണ വർഷം എടുക്കുമ്പോഴത്തേക്കും 365 ദിവസങ്ങളുണ്ടാവും അല്ലേ? അതിലും 364 7ന്റെ മൾട്ടിപ്പിൾ പോവും, ഒരു അധിക ദിവസം അല്ലേ? അതിൽ ഒരു അധിക ദിവസം അല്ലെങ്കിൽ ഓഡ് ഡേ എന്ന് പറയും, ഓർ ഓഡ് ഡേ. ഇനി ഒരു അതിവർഷം എടുക്കുകയാണ്.
അല്ലെങ്കിൽ ലീപ്പ് ഇയർ, അതിവർഷം ഓർ ലീപ്പ് ഇയർ, അതിൽ 366 ദിവസങ്ങളുണ്ടായിരിക്കും അല്ലേ? 366 ദിവസം. ആക്ച്വലി നോർമൽ ഇയറിൽ 365 ദിവസങ്ങളാണ്. അത് 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ ആവുന്നത്. ഈ 4 വർഷം കൂടുമ്പോൾ ഈ 4 വർഷങ്ങൾ കൂടുമ്പോഴത്തേക്കും, 4 ദിവസങ്ങൾ കൂടുമ്പോഴത്തേക്കും ഒറ്റ ദിവസമായിട്ട് മാറും. 4 എണ്ണം ചേരുമ്പോഴത്തേക്കും അല്ലേ? ക്വാർട്ടറാണ്, 4 ക്വാർട്ടർ ചേരുമ്പോൾ എത്രയായി? 1 ആയി ആ കൺസെപ്റ്റ്. അപ്പോൾ 366 ദിവസം. അപ്പോൾ അതിനകത്ത് എത്ര ഓൾ ഡേയ്സ് ഉണ്ടാവും? 2 അധിക ദിവസങ്ങളുണ്ടാവും. 2 അധിക ദിവസങ്ങളുണ്ടാവും. ശരി, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലീപ്പ് ഇയറിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത. നോർമലായിട്ട് 52 ആഴ്ചകളും 2 അധിക ദിവസമാണ് ഒരു ലീപ്പ് ഇയറിൽ ഉണ്ടാകുന്നത്. 52 ആഴ്ചകളും പിന്നെ പ്ലസ് 2 അധിക ദിവസവും. ഒരു സാധാരണ വർഷത്തിൽ 52 ആഴ്ചകളും അതുപോലെ ഒരു അധിക ദിവസമാണ് ഉണ്ടാവുള്ളത്. അപ്പോൾ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത. ലീപ്പ് ഇയറിൽ 2 അധിക ദിവസമുണ്ട്. അപ്പോൾ ഈ 2 അധിക ദിവസത്തിൽ ഏത് വേണോ നമുക്ക് എന്ത് വരാം? ഞായറാഴ്ച വരാം. ജസ്റ്റ് ഒരു കോമ്പിനേഷൻ ആയിട്ട് വെറുതെ നമ്മൾ എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സൺഡേ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് മൺഡേ ആയിരിക്കും. അടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തിങ്കളും ചൊവ്വയും ആയിട്ട് വരാം. അടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയും ബുധനും ആവാം. അടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബുധനും വ്യാഴവും ആവാം. അടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യാഴവും വെള്ളിയും ആവാം. അടുത്ത കോമ്പിനേഷൻ എഴുതാൻ പറ്റുമല്ലോ, ഏതാണ്? വെള്ളിയും ശനിയും ആവാം. അതിൻ്റെ ലാസ്റ്റ് ശനിയും ഞായറും ആവാം. അത്ര വരെ ഉള്ളൂ. എത്ര എണ്ണം? 1, 2, 3, 4, 5, 6, 7. 7 എണ്ണം. പ്രോബബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ സാധ്യതയാണ് വേണ്ടത് അല്ലേ? ഉണ്ടാകാനുള്ള സാധ്യത, പ്രോബബിലിറ്റിയാണ് വേണ്ടത്. ടോട്ടൽ 7 എണ്ണം ഉണ്ട്. അതിൽ ഞായറാഴ്ചകളാണ്, ഒരു ഞായറാഴ്ചയെങ്കിലും വരാമല്ലോ. ദിവസത്തിൽ 53 ഞായറാഴ്ചകൾ. അപ്പോൾ ഒരെണ്ണം വന്നാൽ മതി, ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ മതി. അപ്പോൾ ഒന്ന് ഇതും 2 അധിക ദിവസങ്ങളിൽ ആ 2 ദിവസത്തിൽ ഏത് ദിവസം വേണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയാണ്? 2/7. ഇത് എഴുതി നോക്കാതെ നമുക്ക് പറയാം. മൊത്തം ഒരു ദിവസത്തിൻ്റെ കൺസെപ്റ്റ് ആകുമ്പോൾ ഒരാഴ്ച വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസം, അതിൽ 2 അധിക ദിവസം വന്നു കഴിഞ്ഞാൽ 2/7. ആ 2 ദിവസത്തിൽ ഏത് ദിവസം വേണോ വരാം. അത് നമ്മൾ കറക്റ്റ് രീതിക്ക് പോവുകയാണെങ്കിൽ ഇതാണ് കണ്ടോ. മൊത്തം ടോട്ടൽ ഉള്ള ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 7 എണ്ണം. ഈ 7 എണ്ണമാണ് അവിടെ ഉള്ള ടോട്ടൽ സെറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് വേണ്ടത് ഞായറാഴ്ച വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണ്? ഒന്നുകിൽ ആദ്യത്തെ ദിവസം ഞായറാഴ്ച വരാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഞായറാഴ്ച വരാം. മൊത്തം 7 എണ്ണത്തിൽ 2 എണ്ണമായിരിക്കും വരുന്നത്. അപ്പോൾ 2/7 ആയിരിക്കും നമ്മുടെ ആൻസർ, അവിടെയുള്ള പ്രോബിലിറ്റി. ഓക്കെ, ഇത്രയും ഇത് ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞേ ഉള്ളൂ, കാര്യം ഫാക്ട്സ് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയറിൽ 2 എന്തുണ്ട്? ഓഡ് ഡേയ്സ് അല്ലെങ്കിൽ അധിക ദിവസങ്ങളുണ്ട്. ആ 2 ദിവസത്തിൽ ഏത് വേണം വരാം? അപ്പോൾ 2 ആണ്. മൊത്തം 7 ദിവസങ്ങൾ, 2/7. ആ കൺസെപ്റ്റ് എടുത്താലും മതി. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ എന്താ പറയുക ക്ലാസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് 27 തൊട്ട്. തീർച്ചയായിട്ടും ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടും അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നല്ല പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കൃത്യമായിട്ടുള്ള സിലബസ് അനുസരിച്ച് പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ ഓറിയൻറ്റ് ചെയ്ത് SCRT ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കോഴ്സ്, ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പറയാം. ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക 6 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെ തുക 6 ആയാൽ സംഖ്യ ഏത്? നമ്മുടെ ദ്വിമാന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റാണ്. സംഖ്യ എനിക്ക് അറിയത്തില്ല, ഞാൻ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമം, അതിൻ്റെ റെസിപ്രോക്കലിൻ്റെയും തുക എത്രയാണ്? 6. ആ പറഞ്ഞിരിക്കുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് സംഖ്യയാണ് കണ്ടുപിടിക്കുന്നത്, എക്സിൻ്റെ വാല്യാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? x² + 1 = 6 ഡിവൈഡ് ബൈ എക്സ്. ഇതിനെന്ത് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ x² + 1 = 6x, അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ x² - 6x + 1 = 0. x² - 6x + 1 = 0. ഇത്രയും കാര്യം നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ബാക്കി ഓപ്ഷൻ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന കുറേ സമയം പോകും, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ബാക്കി ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഒരു ദ്വിമാന സമവാക്യം വന്നിരുന്നാൽ അതിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി, അതിൻ്റെ റൂട്ട്സ്, അതിൻ്റെ എക്സിൻ്റെ വില കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ. അതിൻ്റെ വില കണ്ടെത്തുക x = -b ± √b² - 4a ഡിവൈഡഡ് ബൈ 2a. √b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, അപ്പോൾ ഇവിടെ b എന്ന് പറയുന്നത് ഇത്, a എന്ന് പറയുന്ന എക്സിൻ്റെ കോഎഫിഷ്യന്റ് 1, c എന്ന് പറയുന്നത് എത്രയാണ്? കോൺസ്റ്റന്റ് 1. അപ്പോൾ -b വരുമ്പോഴത്തേക്കും -6 എന്ന് എടുക്കുക. b = -6 -6 ± റൂട്ടിനകത്ത് b² ആകുമ്പോൾ 6ന്റെ സ്ക്വയർ -4 × എയും 1 ആണ്, സിയും 1 ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ 2 × 1 2. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആയി 6 ±
റൂട്ട് 36 - 4 എന്ന് പറഞ്ഞാൽ 32 ആയിരിക്കും. 32/2. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോവാം. എന്തായിരിക്കും? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റൂട്ട് 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് മീനിങ്. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? അതായത് എ ഓപ്ഷൻ. അവിടെ നിന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. എന്നാൽ ഞാൻ ഒന്നുകൂടി എഴുതാം. 3 ± റൂട്ട് 32 എന്ന് പറഞ്ഞാൽ റൂട്ടിനകത്ത് 16 × 2 ആണ്. 16 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 4. അത് പുറത്ത് വരുമ്പോഴത്തേക്കും 4√2 എന്ന് പറഞ്ഞ് വരും. 4√2 / 2 എന്ന് പറഞ്ഞാൽ 2√2 ആണ് വരുന്നത്. ഇതാണ് ആൻസർ. 3 ± 2√2. അതിൽ 3 + 2√2 ആണ് നമുക്കുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, കണ്ടോ? ഇതാ സംഭവം. ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കിയാലേ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ കൺസെപ്റ്റ് എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, സ്കൂൾ ടെക്സ്റ്റ് ലെവലിലുള്ള നോക്കുക. പ്രീവിയസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മാത്സ് മാത്രമല്ല, എല്ലാം അതുപോലെ തന്നെയാണ്. GK ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വൃത്തത്തിന്റെ കൺസെപ്റ്റാണ്. ചിത്രത്തിൽ C വൃത്തകേന്ദ്രമാണ്. ആംഗിൾ ABD എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACD എത്ര? ആംഗിൾ ACD എന്ന് പറഞ്ഞാൽ അതാ ഇത് ACD. ഇത് വൃത്തത്തിന്റെ ചാപവും റിലേറ്റ്, അതായത് ആർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റാണ്. ഈ AD എന്ന് പറയുന്ന ആർക്ക് അതിന്റെ മറുചാപത്തിൽ, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ, AD എന്ന് പറയുന്ന ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? 30 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് 30 ഡിഗ്രി. അപ്പോൾ ഈ AD എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്ര കോണാണ് ഈ ACD എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ് ആ ചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അപ്പൊ ഈ AD എന്ന് പറയുന്ന ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് ഈ 30 ഡിഗ്രി എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ചാപത്തിന്റെ ADയുടെ കേന്ദ്ര കോൺ എന്തായിരിക്കും? ഇതിന്റെ ഇരട്ടി ആയിരിക്കും. ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ചാപം, ഞാൻ കൺസെപ്റ്റ് എഴുതി വരാം. അതിന്റെ മറുചാപത്തിൽ രൂപീകരിക്കുന്ന കോൺ അതിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. ഇതാണ് കൺസെപ്റ്റ്. ഇവിടെ നമ്മുടെ ചാപം AD അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക്. ഇത് ഈ കുഞ്ഞു ചാപമാണ് നമ്മുടെ നായകൻ. അതിന്റെ മറുനായകൻ അല്ലെങ്കിൽ എന്താ വില്ലനാണ്, അല്ലെങ്കിൽ അതിന്റെ മറുചാപമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വലിയ ചാപം. അതിലാണ് എന്ത് ചെയ്യുന്നത്? ആ B എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് ഒരു ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഈ ADയുടെ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും. അത് 30 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ കേന്ദ്ര കോൺ എത്ര ആയിരിക്കും? നേരെ ഇരട്ടിയായിരിക്കും. 60 ഡിഗ്രി. കാര്യം കഴിഞ്ഞു. വൃത്തത്തിന്റെ കൺസെപ്റ്റ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലുണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ, ബേസിക് കൺസെപ്റ്റ് ഏത്. ക്ലോക്കിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. 12, 6, 9, 3. നമുക്ക് എല്ലാ നമ്പറും വേണ്ട, ജസ്റ്റ് 2 നമ്പർ മതി. ഞാനിവിടെ 1, 2 മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനിതാ 1നെ ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്തു. 1 വിട്ട് കഴിഞ്ഞാൽ 1 കൺസിഡർ എനിക്ക് 2 എടുക്കാൻ പറ്റില്ല. ഞാൻ 3നെയാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ ആ 2 നമ്പറെ യോജിപ്പിച്ചല്ലേ. ഒരു ക്ലോക്കിലെ 1 വിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി, ഇതാണ് കേന്ദ്രം, അതിന്റെ സെന്റർ, യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്ര? നമുക്കറിയാം ഒരു ഡിവിഷൻ ഇടയിൽ ഇത് ഈ 1നും 2നും ഇടയ്ക്ക് ഒരു ഡിവിഷനാണ്, 30 ഡിഗ്രിയാണ്. 2നും 3നും ഇടയ്ക്ക് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മൊത്തത്തിലുള്ള വരുമ്പോൾ ഈ ഒരു സെക്ടർ എന്ന് പറഞ്ഞ് വരുമ്പോൾ എത്രയായിരിക്കും? 30, 60 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടും കൂടെ ചേർന്നായിരിക്കും വരുന്നത്. എത്രയാ? 60 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ. സിമ്പിൾ കൺസെപ്റ്റ്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. പറഞ്ഞു മനസ്സിലായോ? ഒന്നിടവിട്ട സംഖ്യകളാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ 1നെ ഞാൻ എടുത്തു, 3നെ എടുത്തു. ഈ 1നും 2നും ഇടയ്ക്കുള്ള കോണം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അതുപോലെ 2നും 3നും ഇടയ്ക്കുള്ള കോണം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. അതെങ്ങനെയാണ് കിട്ടിയത്? മൊത്തത്തിൽ എത്രയാ? ഒരു മിനിറ്റ് സൂചിയുടെ കൺസെപ്റ്റ് നോക്കിയാൽ മൊത്തത്തിൽ എത്രയാണ്? 360 ആണ്. 360 ആണ്. അപ്പോൾ ഓരോ മിനിറ്റും നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. 60 മിനിറ്റ് ചേരുമ്പോൾ 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ് വരുന്നത്. 360 ഡിഗ്രി. അവിടെ നിന്ന് 1 മിനിറ്റ് നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 360/6. അപ്പോൾ എത്ര കിട്ടും? 6 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റാണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി. 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഇത് മിനിറ്റാണ്. മിനിറ്റിന് നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നത് കേട്ടോ, ഈ ഡാഷ് വെച്ച് ചെയ്യുന്നത്. 60 മിനിറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് സിമ്പിൾ ബേസിക് നമ്മുടെ ക്ലോക്കിൻ്റെ കലണ്ടറൊക്കെ നമ്മൾ ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് കളയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുള്ള സ്കൂൾ ടെക്സ്റ്റ് ലെവലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻസ്. അടുത്തതിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. കിടിലൻ ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്തു നോക്കുക, ചെയ്ത് പഠിച്ചു വയ്ക്കുക, കൺസെപ്റ്റ് എല്ലാം പഠിക്കുക. ഇനി നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ബേസിക് ലെവലിലുള്ള കണ്ടന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. 2021 നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. എടുത്ത് നോക്കുക,
മാത്സിൻ്റെ ആയാലും ബാക്കിയുള്ള ജി കെ ആയാലും എല്ലാം ബേസിക് ലെവലുള്ള കൺസെപ്റ്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കേരള ഹൈക്കോർട്ടിൽ നല്ല സാലറി സ്കെയിലുള്ള ജോലിയാണ്, ഉറപ്പായിട്ട് അത് യൂസ് ചെയ്യുക. അതിനുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2,3 എന്നുള്ള ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നല്ല ചാൻസ് ഉള്ള ഇതാണ്, നല്ല ശമ്പളമുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ജോലി കിട്ടും. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു അവസരമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ ആപ്പ് ADA24/7 ആപ്പിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാക്ടീസ് ക്വിസസും അതുപോലെ ഫ്രീ സെഷൻസും കറണ്ട് അഫേഴ്സും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. അതെല്ലാം യൂസ് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫീമെയിൽ വാർഡൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം നല്ല കറക്റ്റ് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം പഠിച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എന്താ പറയുക എക്സ്പ്ലനേഷൻ വേണം, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്ത് ചെയ്യാം. അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാറ്റഗറി നമ്പറോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പരീക്ഷയുടെ പേരോ പോസ്റ്റ് ചെയ്യുക. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നോക്കിക്കോളാം. എല്ലാവിധ ആശംസകൾ തരുന്നു. താങ്ക് യു ഓൾ.